നല്ല കനത്തില് പൊട്ടി തല അവിടെ. ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ച മോർണിംഗ് 6 മണി കഴിഞ്ഞ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകണം. അപ്പോൾ ഓഫീസിലൊന്ന് കയറി മുഖം കാണിച്ചിട്ട് വേണം പോവാൻ. ഉറക്കത്തിൽ ഇന്നലെ നേരം വൈകി കിടന്നായിരുന്നു. ഉറക്കത്തിൽ നിന്ന് വിട്ടു പോയിട്ടില്ല, ഇപ്പോഴും കട്ടണ്. അപ്പം അങ്ങോട്ട് ഏതെങ്കിലും വണ്ടി പോകണ്ടെങ്കിൽ അതിൽ കയറി ഇരുന്നിട്ട് വേണം എത്താനായിട്ട്. ഇപ്പോൾ ഇതിന്ന് അങ്ങോട്ട് കിസൈസ് ഭാഗത്തേക്ക് കാലത്ത് തന്നെ വണ്ടികൾ പോകുമ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞിട്ട് തന്നെ നൈസായിട്ട് നമ്മളെ ഓഫീസിലെ ഷെഡ്യൂൾ ചെയ്യുന്ന ആള് നമ്മളെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ടെസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴേ അത് ഫസ്റ്റാണ് പഠിപ്പിച്ചത്, പിന്നെ ഇപ്പോഴാണ് അത് ചെയ്യാൻ പോകുന്നത്. ഡ്രൈവർ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടിപ്പുറത്തെ റോഡിൽ ഇറങ്ങി ഞാൻ. അപ്പോൾ അങ്ങോട്ട് ഓഫീസിലേക്ക്, അതായത് എക്സലൻസിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് നടകൾ 2 വർത്താനം പറയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും. നോക്കി നോക്കട്ടെ എന്താവും. ഇന്നലത്തെ വീഡിയോക്ക് നമ്മൾ ഔട്ട്രോ പറയാനായിട്ട് മറന്നു, നേരെ കിടന്ന് ഉറങ്ങി. ആ വീഡിയോ ഞാൻ അടിയിൽ പിൻ ചെയ്യാം, അപ്പോൾ എല്ലാവരും പോയി കാണാം. ഇങ്ങനെ ഓരോ ദിവസം ഡേ ബൈ ഡേ നമുക്ക് വീഡിയോസിൻ്റെ ക്വാളിറ്റി ഉഷാറാക്കാം. വേറെ ഒന്നല്ല ടെൻഷൻ. ഇന്നിപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടൽ സ്വാഭാവികമാണ്. ദുബായ് ഡ്രൈവിംഗ് ലൈസൻസിന് പൊട്ടിക്കഴിഞ്ഞാൽ ടൈം പോവും. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും 2 ക്ലാസ് എങ്ങാണ്ട് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ലോട്ട് ബുക്ക് ചെയ്യണം. അപ്പോഴേക്കും ഈ ടൈം പോണതാണ് ഭയങ്കര പ്രശ്നം. പണത്തിനെക്കാട്ടിയും ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ് ടൈം. എത്തിട്ടാ എക്സലൻസിൻ്റെ സ്കൂളെത്തി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ ഇരുന്ന് കാണാം. കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റാണ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം. ടെൻഷൻ. നമ്മളിത് എത്തിയിട്ടുണ്ട്. ഇതാണ് എക്സലൻസിൻ്റെ സ്കൂള്. അതായത് നമുക്കിനി കയറിയിട്ട് എൻട്രൻസിൻ്റെ ബോർഡൊക്കെ ആണ്. അതിൻ്റെ ഉള്ളിൽ കയറിയ ഫോൺ എടുത്ത് വെച്ച് ഫോണിൽ വീഡിയോ വെച്ചിട്ട് ഉണ്ടാണ്ടിരുന്ന് അത് കാണാം. അതാ നല്ലത്. ഗൈസ്, നല്ല കനത്തില് പൊട്ടി റോഡ് ടെസ്റ്റ്, ഫൈനൽ ടെസ്റ്റ് നല്ല കനത്തില് പൊട്ടിയിട്ട് നല്ല വിഷമത്തിലാണ് ഞാൻ ഇറങ്ങി വരുന്നത്. നല്ല വിഷമുണ്ട്. ഇനിയിപ്പോൾ ഇതിനു വേണ്ടി 4 ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. പോരായിട്ട് 1000 ദിർഹംസോളം 800 ദിർഹംസോളം എന്തായാലും പോകും. വീണ്ടും കെട്ടണം. അതേപോലെ വീണ്ടും സമയം കളയണം. ഇതൊക്കെ തന്നെ പാട്. അപ്പോൾ നാളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ പറഞ്ഞ് ലൈസൻസ് എടുക്കാൻ ഭയങ്കര ടഫാണെന്ന് ചോദിച്ചു. ഇതൊക്കെ തന്നെ കഥ, വേറെ കഥ ഒന്നുമില്ല. പൈസയും പോവും, സമയം പോവും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ഫൈനും കിട്ടും. പക്ഷെ ലൈസൻസ് ഇല്ലാണ്ട് UAE ജീവിക്കാനും പറ്റില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇനി നേരെ കറാമയ്ക്ക് പോകണം. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇന്ന് അവിടെ നോമ്പറക്കാൻ പറ്റുമോ നോക്കാം. കറാമ വഴി പിടിക്കാം. എന്തായാലും പൊട്ടലൊക്കെ പൊട്ടി ഇനി അടുത്തതിൽ പിടിക്കാം. നമ്മളിത് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൻ്റെ ഏറ്റവും മൂട്ടിയിലിരിക്കണ കാരണം എൻജിൻ്റെ സൗണ്ട് നല്ല രീതിക്കുണ്ട്. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് കറാമയ്ക്ക് പോകാൻ, ADCB മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ. അവിടെയാണ് നമ്മളെ കൂട്ടുകാരന്മാരുടെ ADCBക്ക് പോകാൻ പോകണം. അതിൻ്റെ ചെറിയ തിരക്ക് കണ്ട 20ാമത്തെ സ്റ്റോപ്പ് അവിടെയാണ് ADCB. അവിടേക്കാണ് നമ്മൾ പോകണം. ADCBയിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കണ്. എവിടെയാണ് റൂം എന്നുള്ളത് ഞാൻ മറന്നുപോയി. തപ്പി നോക്കാം. പഴയ വാട്സപ്പ് മെസ്സേജിൽ ലൊക്കേഷൻ എടുക്കുന്നുണ്ട്. എത്തിയിട്ടുണ്ട് കേട്ടോ, എത്തിയിട്ടുണ്ട്. മലയാളികളുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റോട്ടിൽ കൂടെ ഫോണും പിടിച്ച് റോഡ് കുറിച്ച് നടന്നാൽ പണിയുണ്ട്. നമ്മുടെ വില്ലയിൽ കയറിയിട്ട് 2ാമത്തെ വില്ല. ഓ ഗൈസ്, അവനോടില്ല, പെട്ടു. അവനെ തപ്പി പോവാ.
ചാവി കിട്ടിയിട്ടുണ്ട്. സേഫായിട്ട് ഈ ഷൂ ഇട്ടാ ആർക്കും വേണമെങ്കിലും വരാം. ഈ ഷൂവിൻ്റെ ഉള്ളിലുണ്ടാവും സ്മൈലി ഉള്ള ഷൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാവിയിട്ട് നേരെ ഇനി നമ്മളെ വില്ല തുറക്കാം. പൊളിയോ നമ്മൾ എത്തിക്കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു പെട വില്ലയാണ്. പക്ഷെ ഇത്ര ഞാൻ കളിയാക്കി പറയാനല്ല, ഇതൊരു വില്ല തന്നെയാണ്. ഞങ്ങൾ എത്ര പേര് ഇവിടെ അഴിഞ്ഞാടിയുണ്ടെന്ന് ഞങ്ങൾക്ക്. വില്ലയുടെ ഓണർ വന്നിട്ടുണ്ട് കേട്ടോ. വില്ലയുടെ ഓണർ വന്നിട്ടുണ്ട്. വില്ലയുടെ 6:30 നോമ്പ് തറാ. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അടുത്തണോന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് കുറച്ച് നടക്കാണ്ടെന്ന്. അവിടെ എത്തുമ്പോ നോമ്പ് ഇറക്കാനുള്ളത് കിട്ടിയാ മതിയായിരുന്നു. എങ്ങടാണ് അവ കൊണ്ടുപോണേ? ഏതോ ഹോട്ടലുകാര് കൊടുക്കണെന്നാ പറയണത്. അല്ലാണ് കറാമണ്ട ഏറ്റവും വലിയ നോമ്പറ നാട്ട പറയണേ. ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടിയില്ലെങ്കിലാണ് ഇനി ആല. ഇത് നല്ല ഒരു സംഭവമാണ്. ഇയാള് പറഞ്ഞ പോലെ കറാമണ്ട ഒരു വലിയ നോമ്പ് തുറന്നിരിക്കും. എന്താണ് ഈ ഹോട്ടലിന്റെ വകയായിരുന്നു നമുക്ക് ഇന്നത്തെ നോമ്പ് തുറ. ഈ വലിയ ഇതിന്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ നോമ്പ് തുറന്നത്. അറബികളുടെ തന്നെയാണെന്നാ തോന്നണേ. ഫുൾ അറബികളെ ഡീൽ ചെയ്ത് തരുന്നത്. നമ്മള് പോകാൻ പോണത് കടവ് റെസ്റ്റോറന്റ്. അൺലിമിറ്റഡ് ആയിട്ട് അത്താഴ കഴിക്കാനായിട്ട് കടവ് റെസ്റ്റോറന്റിൽ പോയിട്ട് കടവ് പൂട്ടി. കടവാടവായിരുന്നു. 1 മണി വരെ ഉള്ള അവിടെ ഫുഡ്. അവിടെ എത്തിയപ്പോ 1:15. സാധനം കിട്ടിയിട്ടുണ്ട്. സ്ഥലം കിട്ടി. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദേപ്പുട്ടില് സുഹൂർ കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. കുറച്ചേരം അവിടെ പുറത്തിരുന്നു. ഒഴിക്കാനായിട്ടല്ലേ. ചോറെത്തി. ചോറ് അമലിന്റെ എന്നാടോ ഒരു കയ്യിലിട്ടുള്ളൂല. ബീഫ് പരിപ്പറി ഉണ്ടാ കഴിഞ്ഞ പരിപ്പറി മെൻഷൻ ചെയ്തായിരുന്നല്ല. പരിപ്പറി അവര് പറ്റിച്ചു. ഉഷാറാണ്. വയറും മനസ്സും നിറഞ്ഞ ഇല്ലല്ലോ ഉറക്കം. ഓക്കെടാ. ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണ്. നമ്മളിത് 2 ഡോളോ കഴിച്ചിട്ട് പനിയൊന്നും പറഞ്ഞ് കിടക്കുന്നു. അമ്മന്റെ കാലിവിടെ, തല അവിടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.